ഇന്ന് ഒരുപാട് വിശേഷങ്ങൾ അടങ്ങിയിട്ടുള്ളൊരു വ്ളോഗാണ് കേട്ടോ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഈ വീഡിയോയിൽ നിങ്ങൾക്ക് ഒരുപാട് യൂസ്ഫുൾ ആയിട്ടുള്ള കുറേ ടിപ്സും പിന്നെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള 2 റെസിപ്പീസും പിന്നെ നിങ്ങൾ തമ്മിൽ കണ്ട പോലെ എൻ്റെ ഫ്രണ്ട് അതായത് മിസ്സിസ് മലബാറിലെ ഹിബ നമ്മുടെ അല്ലു ബേബിക്ക് കൊടുത്തയച്ച കുറച്ച് ഗിഫ്റ്റുകളൊക്കെ കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ രാവിലെ തന്നെ ഞാൻ നിസ്കാരമൊക്കെ കഴിഞ്ഞ് കിടന്നു കഴിഞ്ഞാൽ പിന്നെ കുറച്ച് ലേറ്റ് ആയിട്ടാണ് കേട്ടോ എണീക്കുക. രാത്രി ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് മോൻ ഉണരുന്നതുകൊണ്ട് ഞാനിപ്പോൾ എൻ്റെ വീട്ടിലാണ് കേട്ടോ. അപ്പോൾ കുറച്ച് ലേറ്റ് ആയിട്ടാണ് എണീക്കുക. അപ്പം ഒരു 10 മണിയൊക്കെ ആയിട്ട് ഞാൻ കിച്ചണിലേക്ക് വന്നപ്പോൾ ഇതാ ഇവിടെ ചായയും കടിയൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഉമ്മ ചപ്പാത്തിയും ചിക്കൻ കറിയാണ്. അപ്പോൾ ഇന്ന് ഞാൻ പറഞ്ഞല്ലോ നമ്മുടെ വീട്ടിൽ ഓരോ പണികൾ ഇങ്ങനെ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണെന്ന്. അപ്പം അലക്ക് കല്ലിൻ്റെയും പിന്നെ കൊട്ടത്തളം പുറത്തുണ്ടാക്കുന്നുണ്ട് അതിൻ്റെയൊക്കെ പണിയാണ്. അപ്പോൾ അതിന് അവർക്ക് വേണ്ടിയിട്ട് ഫുഡ് പണിയെടുക്കുന്നവർക്ക് വേണ്ടിയിട്ട് ഫുഡൊക്കെ ഉമ്മ ടേബിളിൽ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാനും ഇതാ ചിക്കൻ കറിയും ചപ്പാത്തിയൊക്കെ കഴിക്കുകയാണ് കേട്ടോ. മനുവിന് ഏറ്റവും ഇഷ്ടമുള്ള ബ്രേക്ക്ഫാസ്റ്റാണ് ചിക്കൻ കറിയും ചപ്പാത്തിയും. ചിക്കൻ്റെ പീസൊന്നും കഴിക്കൂല കേട്ടോ. ചിക്കനും ബീഫൊക്കെ കൊടുത്താൽ തന്നെ അതിങ്ങനെ കുറേ സമയം ചവച്ചിട്ട് തുപ്പുകയാണ് ചെയ്യുക. അപ്പോൾ അതുകൊണ്ട് അത് കൊടുക്കാൻ തന്നെ നിൽക്കൂല കേട്ടോ. നമുക്ക് അവനിങ്ങനെ വാരി കൊടുക്കുമ്പോൾ ബുദ്ധിമുട്ടാണ്. അത് തുപ്പിയിട്ടാണ് പിന്നെ അടുത്തത് കഴിക്കുക. അപ്പം അത് കൊടുക്കൂല. കറിയും ചപ്പാത്തിയും അവന് വേണമെങ്കിൽ കഴിച്ചോട്ടെ, കൊടുക്കാതിരിക്കുകയല്ല, അവന് കഴിക്കാത്തതുകൊണ്ട് കൊടുക്കാതിരിക്കുകയാണ്. അപ്പം അങ്ങനെ ഞാൻ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചു. അപ്പോൾ അതാ നമ്മുടെ അല്ലു ബേബി ഉണർന്നിട്ടുണ്ട്. അപ്പോൾ ഉമ്മയും ഉപ്പയും ഞങ്ങൾ ഇന്ന് തറവാട്ടിൽ നിന്ന് എൻ്റെ മേമാരും, അതായത് ഒരു മേമ തറവാട്ടിലും മറ്റേ മേമ അവിടെ, അതായത് എളാപ്പാരെ വൈഫ് കേട്ടോ, ഓരോ ഉമ്മമ്മയൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഓരോ വെയിറ്റ് ചെയ്ത് നിൽക്കുക കേട്ടോ. അപ്പോൾ ഞാൻ ഈ വീഡിയോ ഇങ്ങനെ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് എന്താ ഇപ്പോൾ ഉപ്പ അവരെ കൊണ്ടുവരാൻ പോവാത്തത്, ഇവരെന്തോ ഓട്ടോയിൽ വരുന്നതെന്ന് ഇങ്ങനെ ചിന്തിച്ചിട്ടോ. പിന്നെയാണ് മനസ്സിലായത്, ഞാൻ പറഞ്ഞല്ലോ ഹൗസ് വാമിങ് കഴിഞ്ഞ് ഒരാഴ്ചയോളം ഉപ്പാൻ്റെ വണ്ടീൻ്റെ കീ മിസ്സിങ് ആയിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ഇവർ ഓട്ടോയിൽ വരുന്നത് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ചെറിയ മേമയാണ്. അപ്പോൾ അല്ലുവിനിങ്ങനെ ഇവിടെ പണികളിങ്ങനെ നടക്കുമ്പോൾ അതിങ്ങനെ കാണുമ്പോൾ അവർക്ക് നല്ല ഇഷ്ടം. അപ്പോൾ ഇവിടെ ഇപ്പോൾ വന്നിട്ട് ഒരാഴ്ചയൊന്നും ആയിട്ടില്ല കേട്ടോ, പുതിയ വീട്ടിലേക്ക് താമസം മാറിയിട്ട്. അപ്പോൾ ഇതിൽ കവറൊന്നും എടുത്തിട്ടില്ല കേട്ടോ ബെഡിൻ്റെ, അതായത് നമ്മുടെ അല്ലൂട്ടൻ ഒന്ന് വലുതായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് കവർ എടുക്കാത്തത്. കവർ എടുത്തു കഴിഞ്ഞാൽ പിന്നെ ബെഡൊക്കെ നാശമാവും. നമ്മൾ എത്ര ശ്രദ്ധിച്ചാലും അവരെ മൂത്രമൊക്കെ അതിലാവും. അപ്പം അവനൊന്ന് വലുതായിട്ട് നമുക്ക് കവറൊക്കെ എടുത്ത് മാറ്റാമെന്ന് വിചാരിച്ചിട്ട് 3 ബെഡിൻ്റെ കവറൊന്നും എടുത്തിട്ടില്ല. അപ്പോൾ ബെഡ്ഷീറ്റ് നല്ല വൃത്തിയായിട്ട്, ഈ കവർ ഉണ്ടാകുമ്പോൾ തന്നെ ബെഡ്ഷീറ്റ് നിൽക്കാനൊരു ബുദ്ധിമുട്ടല്ലേ. അപ്പോൾ നല്ല നീറ്റായിട്ട് ബെഡ്ഷീറ്റ് വിരിക്കാനുള്ളൊരു ട്രിക്ക് ഞാൻ കാണിച്ചു തരാം. ഞാനിപ്പോൾ ഡബിൾ സ്റ്റിക്കറില്ലേ 2 സൈഡിലും ഒട്ടിക്കാൻ പറ്റുന്ന, അത് വെച്ചിട്ട് ഈ ബെഡ്ഷീറ്റ് 4 കോർണറിലും ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഇവരോടൊക്കെ ഒന്ന് ചാടാൻ പറഞ്ഞതാണ്, മനുവിനോടും നാച്ചുവിനോടും. എൻ്റെ എളാപ്പാൻ്റെ മോനാണ് കേട്ടോ നാച്ചു, മനുവിൻ്റെ അതേ ഏജാണ്. ഒരു മാസത്തെ ഡിഫറൻസ് ഉള്ളൂ രണ്ടാളും. അപ്പോൾ ഓരോടും ഇങ്ങനെ നിങ്ങൾ ചാടിയാൽ ഇതൊന്ന് പോരുന്നുണ്ടോ നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ചാടാൻ പറഞ്ഞതായിരുന്നു. അപ്പോൾ ഇത് ഹിബ കൊടുത്തയച്ചതിലുള്ള ഒരു ഗിഫ്റ്റാണ് കേട്ടോ. ഇതിലൊരു 12 പീസ്, അതാ 10 പീസ് എങ്ങാനും ഉണ്ടായിരുന്നു. ടവലാണ് കേട്ടോ ബേബിക്കുള്ള. നല്ല ഒരുപാട് യൂസ്ഫുൾ ആയിട്ട് എനിക്ക്. പിന്നെ കംപ്ലീറ്റ് എക്സ്പെക്റ്റേഷനും കിട്ടിയിട്ടുണ്ടായിരുന്നു. അത് കുറച്ചും കൂടെ ചെറുതായിരുന്നു. അപ്പോൾ ഇതാണ് ഞാൻ എപ്പോഴും ഇപ്പോൾ പുറത്തിറങ്ങുമ്പോൾ ഫസ്റ്റ് അതാണ് കേട്ടോ കയ്യിൽ പിടിക്കുക. പിന്നെ ഇതും ഹിബ കൊടുത്തയച്ചതാണ്. അവൾക്ക് വരാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല, ഓരോ തിരക്ക് കാരണം. ഇപ്പോൾ വീട് പണിയൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടല്ലോ, അപ്പോൾ ഓരോ തിരക്കുകൾ കാരണം അവൾക്ക് വരാൻ പറ്റിയിട്ടില്ല. അവളൊക്കെ ഓർഡർ ചെയ്തിട്ട് നമ്മുടെ അഡ്രസ്സിൽ അയക്കുകയാണ് കേട്ടോ ചെയ്തിട്ടുള്ളത് ഗിഫ്റ്റുകളൊക്കെ. അപ്പോൾ ഈ ഇത് കുട്ടിക്ക് കിലുക്കത്തിനൊക്കെ പകരമായിട്ട് യൂസ് ചെയ്യുന്ന ഒരു ടോയാണ് കേട്ടോ. അങ്ങനെ സൗണ്ട് ഉണ്ടാവും. അപ്പോൾ അത് നാച്ചു അതുകൊണ്ട് ഇങ്ങനെ കളിക്കുകയാണ്. ഇത് മാത്രമൊന്നുമല്ല കേട്ടോ, വേറെ ഇനിയും ഒരുപാട് ഗിഫ്റ്റ് ഉണ്ട്. കുട്ടിക്ക് മാത്രമല്ല എനിക്കും ഉണ്ട്. ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇതെൻ്റെ വലിയ ലാപ്പാൻ്റെ മോനാണ് കേട്ടോ, ഹാഫിയാണ്. ഓനാണ് ഇപ്പോൾ എൻ്റെ ക്യാമറാമാൻ. ഓനും എൻ്റെ ചെറിയ അമ്മായിൻ്റെ മോനും, ഒരു രണ്ടാളാണ് വീഡിയോ എടുക്കാനൊക്കെ. ഇപ്പോൾ എനിക്ക് ബേബി ആയിട്ട് ബുദ്ധിമുട്ടാണ് വീഡിയോ എടുക്കണമെങ്കിൽ. അപ്പോൾ ഓരോ രണ്ടാളും വിളിക്കലാണ് കേട്ടോ ഞാൻ. അപ്പോൾ ഇത് ആലുടനെ ഞാൻ ഉറക്കിയിട്ടുണ്ട്. അപ്പോഴേക്കും ഉമ്മ അതവിടെ നെയ്ച്ചോറും, ഉമ്മ മാത്രമല്ല മേമാരും ഉണ്ട്, നെയ്ച്ചോറും ചിക്കൻ കറിയൊക്കെ റെഡിയാക്കിയിട്ടുണ്ട്. ഇവിടെ ഒരു അമ്മിത്തണ്ട് ഉണ്ടായിരുന്നു കേട്ടോ, അമ്മി വെക്കുന്നത്. അപ്പോൾ അതിങ്ങനെ നമ്മൾ വാങ്ങിയ സമയത്ത് തന്നെ അതിങ്ങനെ പോരുന്ന പോലെ ഇങ്ങനെ വിണ്ട് നിൽക്കലായിരുന്നു. അപ്പോൾ അത് എടുത്ത് മാറ്റിയിട്ട് ഇവിടെ കൊട്ടത്തള ഉണ്ടാക്കുകയാണ്. നമ്മുടെ കിച്ചൺ സിങ്ക് വളരെ ചെറുതാണല്ലോ, അപ്പം എന്തെങ്കിലും ഒരു പരിപാടി ഉണ്ടാകുമ്പോൾ പാത്രങ്ങളൊക്കെ കഴുകാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഇതിൻ്റെ തൊട്ട് താഴെ തന്നെ കൊട്ടത്തള ഉണ്ടാക്കുകയാണെന്ന്. പിന്നെ പാത്രങ്ങൾ എടുത്തിട്ട് വേറെ എങ്ങോട്ടും പോകണ്ടല്ലോ. പിന്നെ നമ്മുടെ വീട് ചെറിയ 5.5 സെൻറ്റിലാണ് കേട്ടോ വീടുള്ളത്. അപ്പോൾ ഒരുപാട് സ്ഥലമൊന്നുമില്ല ബാക്കിൽ.
നമ്മൾ തൊട്ടടുത്ത് തന്നെ കിട്ടിയപ്പോൾ ഇനിയിപ്പോൾ വേസ്റ്റൊക്കെ വേണമെങ്കിൽ നമുക്ക് നമ്മുടെ പഴയ വീട്ടിൽ തന്നെ കൊണ്ടുപോയി ഇടാമല്ലോ. അപ്പോൾ അങ്ങനെ വിചാരിച്ചിട്ടാണ് വാങ്ങിയത്. ഇത് കുറേ ആൾക്കാർ 3 വർഷത്തോളം ഇത് കുറേ ആൾക്കാർ വന്ന് നോക്കിയിട്ട് ആരും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ നമുക്ക് തൊട്ടടുത്ത് തന്നെ നമ്മുടെ വീടുള്ളതുകൊണ്ട് നമുക്ക് വേസ്റ്റൊക്കെ അവിടെ കൊണ്ടുപോയി ഇടാം. അപ്പോൾ അതുകൊണ്ട് നമുക്ക് വാങ്ങിച്ചപ്പോൾ വലിയ പ്രശ്നമായിട്ടൊന്നും തോന്നിയില്ല കേട്ടോ. 5.5 സെൻറ്റാണെന്ന് വിചാരിച്ചിട്ട്. ഇതിൽ മുഴുവനായിട്ടും വീടുള്ളതുകൊണ്ടാണ് പ്രശ്നം. ചെറിയ വീടാണെങ്കിൽ നമുക്ക് തൊടിയൊക്കെ ഉണ്ടായിരുന്നു. ഇതിൽ താഴെ തന്നെ 1200 സ്ക്വയർ ഫീറ്റിൽ ഒരു വീടായിരുന്നു കേട്ടോ നമ്മൾ വാങ്ങിച്ചപ്പോൾ ഉണ്ടായിരുന്നത്. അപ്പോൾ ഈ 5.5 സെൻറ്റിൽ മൊത്തം വീടാണ്. മുറ്റം അങ്ങനെയൊന്നും ഇല്ല. ഫ്രണ്ടിൽ തന്നെ നമ്മുടെ വണ്ടി നമ്മൾ അങ്ങോട്ട് കയറ്റി വെക്കലാണ്, മതിലൊന്നും തട്ടാതെ. മുറ്റമൊന്നും അധികം ഇല്ലല്ലോ. അപ്പോൾ ഇത് നമ്മുടെ അച്ചാറാണ് കേട്ടോ, മലബാരീസിൻ്റെ അച്ചാറാണ്. ചെമ്മീൻ അച്ചാറാണ് കേട്ടോ അന്ന് ഉണ്ടായിരുന്നത്. അച്ചാർ എങ്ങനെയാണ് ഓർഡർ ചെയ്യാമെന്ന് കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ നമ്പർ സ്ക്രീനിൽ കൊടുക്കാട്ടെ. ഈ നമ്പറിൽ വാട്സപ്പിൽ മെസ്സേജ് ഇട്ടാൽ മതി. അപ്പോൾ ഹിബൻ്റെ ഗിഫ്റ്റ് ഞാൻ കാണിക്കാം. അത് വേറൊരു ദിവസം അൺബോക്സ് ചെയ്തതാണ് കേട്ടോ. അപ്പോൾ ഞാനത് ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ട് ഉള്ളതാണ്. നമ്മുടെ അല്ലു ബേബിക്ക് 40 ദിവസമൊക്കെ ആയപ്പോഴാണ് കേട്ടോ ഈ ഗിഫ്റ്റ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ അവന് ഫസ്റ്റ് ടൈം കിട്ടിയ വലിയ ഗിഫ്റ്റാണ് കേട്ടോ ഇത്. മണിക്കൂട്ടിനൊന്നും ഇരിക്കാൻ പറ്റില്ല. മണിക്കൂട്ടിനെ ഞങ്ങൾ ഫ്ലാറ്റിൽ കണ്ടിട്ടുണ്ടാവും. അവന് കുറേ വണ്ടികളുണ്ട് കേട്ടോ. പക്ഷേ നമുക്ക് സത്യം പറഞ്ഞെങ്കിൽ ഇങ്ങനെ ഗിഫ്റ്റ് ആരെങ്കിലും അയച്ചു തരുമ്പോൾ എനിക്ക് ഭയങ്കര ഒരു സങ്കടമാണ്. എന്തിനത്ര കഷ്ടപ്പെട്ട് നമ്മളോടുള്ളൊരു ഇഷ്ടം കൊണ്ട് അയക്കുകയാണല്ലോ. അപ്പം അങ്ങനെ എനിക്ക് സങ്കടമാണ് കേട്ടോ ഫസ്റ്റ് വരിക. ഞാൻ അവളോട് കുറേ പറഞ്ഞു. പക്ഷേ അവൾ പറഞ്ഞു ഞാൻ എൻ്റെ ഫ്രണ്ട്സിൻ്റെ മക്കൾക്കൊക്കെ ഇതുപോലെ അയച്ചു കൊടുക്കലുണ്ട്, അങ്ങനെ ഇങ്ങനെ. ഞങ്ങളിതുവരെ നേരിട്ട് മീറ്റ് ചെയ്തിട്ട് പോലും ഇല്ല കേട്ടോ. കുറേ കാലമായി മീറ്റ് ചെയ്ത് തുടങ്ങിയിട്ട്. അതുപോലെ കുറേ ഫ്രണ്ട്സ് ഉണ്ട് ഇതുവരെ നേരിട്ട് കാണാത്ത. എപ്പോഴും മീറ്റ് ചെയ്യണം എന്ന് വിചാരിക്കും. പക്ഷെ നമുക്ക് എല്ലാവർക്കും ഓരോ തിരക്കുകളല്ലേ. അപ്പോൾ അതുകൊണ്ട് ഇതുവരെ നടന്നിട്ടില്ല. പിന്നെ എനിക്കൊരു ട്രൈപോഡും അയച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ബേബിക്ക് മാത്രമല്ല, ഞാനും നല്ല രീതിയിൽ വീഡിയോ ഒക്കെ ഷൂട്ട് ചെയ്തോട്ടോ എന്ന് വിചാരിച്ചിട്ടല്ലേ. അപ്പോൾ നമ്മളെപ്പോലെ തന്നെ നമ്മുടെ ഫ്രണ്ട്സും നന്നാവണം എന്നുള്ളൊരു മൈൻഡ് ഉള്ളതുകൊണ്ടാണല്ലോ അതൊക്കെ അയച്ചിട്ടുള്ളത്. അപ്പം ഇങ്ങനെയുള്ള ഫ്രണ്ട്സിനെ നമ്മൾ നേരിട്ട് കണ്ടിട്ടില്ലെങ്കിലും ഇങ്ങനെയുള്ള ഫ്രണ്ട്സിനൊക്കെ കിട്ടിയതിൽ ഞാൻ ഒരുപാട് ഹാപ്പിയാണ് കേട്ടോ. ഒരാളെ മാത്രം ഇപ്പോൾ ഹിബൻ്റെ ഈ ഒരു ഗിഫ്റ്റ് കണ്ടപ്പോൾ ഹിബനെ കുറിച്ച് പറഞ്ഞു എന്നുള്ളൂ. ഇതുപോലെ എനിക്ക് വേറെ ഒരുപാട് നല്ല നല്ല ഫ്രണ്ട്സ് ഉണ്ട് കേട്ടോ. പിന്നെ ഞങ്ങളന്ന് വൈകുന്നേരം എൻ്റെ അമ്മായിൻ്റെ വീട്ടിൽ പോയി വരികയാണ് കേട്ടോ എല്ലാവരും കൂടെ. ഇത് MES മെഡിക്കൽ കോളേജുള്ള റോഡാണ്. നിങ്ങൾ മുമ്പൊരു ട്രോൾ വീഡിയോയിലൊക്കെ കണ്ടിട്ടുണ്ടാവും. ഈ വീഡിയോയിൽ ഞാൻ ഡ്രൈവ് ചെയ്യണം. എൻ്റെ ഡ്രൈവിങ്ങിൻ്റെ പ്രശ്നമല്ല കേട്ടോ, ഈ റോഡിൻ്റെ പ്രശ്നമാണ്. നമ്മൾ ഒരു വീഗാലാൻഡിലൊക്കെ പോയി വന്ന ഫീലാണ് ഈ റോഡിലൂടെ നമ്മൾ വീട്ടിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ഉണ്ടാവുക. ഞാൻ ഡ്രൈവിങ് പഠിക്കുന്ന സമയത്ത് എനിക്ക് ഏറ്റവും കൂടുതൽ എൻ്റെ മനസ്സിലുള്ള ഒരു ടെൻഷനായിരുന്നു, ഞാൻ ഈ റോഡിലൂടെ എങ്ങനെ വണ്ടി ഓടിക്കുന്നു. അന്ന് കുണ്ടും കുഴിയായിട്ടല്ല, ഭയങ്കര വളവും തിരിവാണ് കേട്ടോ ഇവിടെ ഉള്ളത്. അപ്പോൾ താഴെയാണെങ്കിൽ നല്ല താഴ്വരയും കൊക്ക പോലെയൊക്കെയാണ്. അപ്പോൾ എനിക്ക് മനസ്സിൽ നല്ല പേടി ഉണ്ടായിരുന്നു കേട്ടോ. ഡ്രൈവിങ് പഠിക്കണതിൻ്റെ മുമ്പ് തന്നെ ഈ റോഡിലൂടെ ഞാൻ എങ്ങനെ ഡ്രൈവ് ചെയ്യുക, എൻ്റെ മനസ്സിലിങ്ങനെ രാത്രിയൊക്കെ കിടക്കുമ്പോൾ മനസ്സിൽ വരുന്ന ചിന്തകളായിരുന്നു. ഞാനിപ്പോൾ ഇനി എങ്ങനെ ഡ്രൈവിങ് എത്ര നല്ല രീതിയിൽ പഠിച്ചാലും ആ MESൻ്റെ അവിടുത്തെ റോഡിലൂടെ ഞാൻ എങ്ങനെ പോകുക എന്നൊക്കെ ഉള്ള വലിയൊരു പേടിയായിരുന്നു കേട്ടോ. പക്ഷേ ഞാൻ തിരൂരിക്കാട് ഹൈടെക് എന്നുള്ള ഡ്രൈവിംഗ് സ്കൂളിലാണ് ഡ്രൈവിങ് പഠിച്ചത്. അപ്പോൾ റോഡ് പഠിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ അധികം ഈ റോഡിലൂടെയാണ് കേട്ടോ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ പഠിക്കുമ്പോൾ തന്നെ ഇവിടെ നിന്ന് പഠിച്ചുകൊണ്ടായിരിക്കും എനിക്ക് അങ്ങനെ ഒരു പേടിയൊന്നുമില്ല. പിന്നെ ഡ്രൈവിങ്ങിനെ കുറിച്ച് അന്ന് നമുക്കൊന്നും അറിയൊന്നുമില്ലല്ലോ, അതുകൊണ്ടായിരിക്കും. ഇപ്പം ഞാൻ ഏത് ചെറിയ റോഡിലൂടെ വേണമെങ്കിലും വണ്ടി എടുത്ത് പോകും കേട്ടോ. പിന്നെ ഈ വണ്ടിയാണെങ്കിലും ഞാൻ മുമ്പ് പറഞ്ഞല്ലോ, ഇത് പഴയൊരു വണ്ടി എടുത്തതാണ്. എനിക്ക് അന്നേ പുതിയ വണ്ടി എടുക്കാനായിരുന്നു കേട്ടോ ആഗ്രഹം. അപ്പോൾ അന്ന് ഉപ്പ സമ്മതിച്ചില്ല. പുതിയ വണ്ടി ആകുമ്പോൾ നമ്മൾ പെയിൻറ്റ് പോകും, അവിടെ തട്ടും ഇവിടെ തട്ടും എന്നൊക്കെ പറഞ്ഞിട്ട് നേരെ നീ പഠിക്കൂല എന്ന് പറഞ്ഞിട്ട് പഴയൊരു വണ്ടി എടുത്തതായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് ഡ്രൈവിങ് നല്ല രീതിയിൽ പഠിക്കാൻ പറ്റിയിട്ടോ. ഇനി ഇൻഷാ അല്ലാഹ് നമുക്ക് പുതിയൊരു വണ്ടിയൊക്കെ എടുക്കണം. പിന്നെ നമ്മൾ വീട്ടിലെത്തിയിട്ട് ഉമ്മമ്മക്ക് അന്ന് നോമ്പായിരുന്നു കേട്ടോ. അപ്പോൾ ഉമ്മമ്മ നോമ്പ് തുറക്കുന്നതാണ് നിങ്ങൾ കണ്ടത്. പിന്നെ ഞങ്ങൾ രാത്രി ഫുഡൊക്കെ കഴിക്കുകയാണ്. ചിക്കൻ ഫ്രൈ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ രാത്രിയിലേക്ക്. അപ്പോൾ അതിൻ്റെ റെസിപ്പി ഞാൻ പിന്നീടൊരു വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തതാണ്, പിന്നീടൊരു ദിവസം എടുത്തിട്ട്. ചിക്കനിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും പിന്നെ ചില്ലി ചിക്കൻ മസാലയില്ലേ അതും കോഴിമുട്ടയുടെ വെള്ളയും അത് മാത്രമേ ചേർത്തിട്ടുള്ളൂ കേട്ടോ. പിന്നെ കസൂരി മേത്തി നിങ്ങൾ ചിക്കൻ ഫ്രൈയിൽ ചേർക്കാറില്ലെങ്കിൽ ഒന്ന് ചേർത്ത് നോക്കണം കേട്ടോ. ഇത് നമ്മുടെ ഉലുവയിലാണ്. ഉലുവ ഇനിയിപ്പോൾ നിങ്ങൾക്ക് വീട്ടിൽ തന്നെ ഇത് ഉണ്ടാക്കാം കേട്ടോ. ഉലുവ കുറച്ച് മണ്ണിൽ പാകി കൊടുക്കുക, അതായത് നമ്മൾ മുളപ്പിക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് അത് മുളച്ച് വരുമ്പോൾ അതിലുള്ള ഇല എടുത്തിട്ട് ഉണക്കി സൂക്ഷിച്ചാൽ മതി കേട്ടോ. അതുതന്നെയാണ് കസൂരി മേത്തി. പിന്നെ രാത്രി ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു. പിന്നെ നമ്മളെ ടേബിളിൽ
ഗ്ലാസിൻ്റെ ആ ഒരു ഷീറ്റ് വിരിക്കുകയാണ് കേട്ടോ. ഇത് വിരിക്കാൻ ഈ ഷീറ്റ് നമ്മളിങ്ങനെ മടക്കി ചുരുട്ടി വെച്ചതുകൊണ്ട് ഇതാകെ ചുരുണ്ടിട്ടാണ് കേട്ടോ കിടക്കണം. അപ്പോൾ അതുകൊണ്ട് ഇത് വിരിച്ചപ്പോൾ വല്ലാതെ ശരിയാവുകയൊന്നും ചെയ്തില്ല. പിന്നെ നമുക്കിത് സോപ്പ് വെള്ളം ഷാമ്പു വെള്ളം വെച്ചിട്ട് ഇത് വിരിക്കണം എന്നുള്ളത് അറിയില്ലായിരുന്നു കേട്ടോ. ഞങ്ങൾ സാധാരണ വെള്ളം വെച്ചിട്ടാണ് കേട്ടോ ഇത് വൈപ്പ് ചെയ്തെടുക്കണത്. പിന്നെ ഇതിങ്ങനെ ശരിയാവാത്തത് നമ്മൾ ആരെങ്കിലുമൊക്കെ വന്നിട്ട് ഇങ്ങനെ പറയൂല. അപ്പോൾ ഓരോരുത്തർ പറഞ്ഞ് ഇത് ഷാമ്പു വെള്ളം വെച്ചിട്ടോ അല്ലെങ്കിൽ സോപ്പ് പൊടിയൊക്കെ വെച്ചിട്ടൊക്കെ ചെയ്യണം എന്നുള്ളത്. അപ്പോൾ മേമ ഇതിന് മുമ്പ് തറവാട്ടിൽ ചെയ്തത് വെള്ളം വെച്ചിട്ടാന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ ഓള് ചെയ്യണത്. ബഹുമാനമില്ലാത്ത പോലെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും ഓളെന്നൊക്കെ പറയണത്. ഞങ്ങൾ 2 വയസ്സിൻ്റെ ഡിഫറൻസ് ഉള്ളൂ കേട്ടോ. എൻ്റെ ചെറിയ മേമയും ഞാനും. എൻ്റെ ബ്രദറിൻ്റെ ഒപ്പാണ് ഓള്. അപ്പോൾ ആദ്യം തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ബഹുമാനമൊന്നും വേണ്ടാന്ന്. അപ്പോൾ അതുകൊണ്ട് നമ്മളതെടുത്ത് ഒഴിവാക്കിയതാണ് കേട്ടോ. അപ്പോൾ ഇതെൻ്റെ എളാപ്പാൻ്റെ മോളാണ്. ഓളും മേമയും കൂടെയാണ് കേട്ടോ ഇത് വിരിക്കണത്. കുഞ്ഞോളും എന്നാട്ടോ ഞങ്ങൾ വിളിക്കുക. അപ്പോൾ മറ്റേ മേമാനെയാണ് ഞാൻ മേമാന്ന് വിളിക്കുക, വലിയ മേമാനെ. അപ്പോൾ കുഞ്ഞോളും നഫ്ലമോളും ആണ് കേട്ടോ അത് വിരിക്കണത്. അവർക്ക് ഇങ്ങനത്തെ കാര്യത്തിനൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റാണ്. അതായത് ഇങ്ങനെ ചെറിയ ഇങ്ങനത്തെ വർക്കുകളൊക്കെ. അപ്പം ഓള് ഉള്ള സമയത്ത് തന്നെ വിരിക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ചെയ്തതാണ്. പക്ഷേ ഇത് നമ്മൾ ചുരുട്ടി കൂട്ടി വെച്ചതുകൊണ്ട് അതിന് എയറൊന്നും ഉള്ളിൽ നിന്ന് അങ്ങനെ അധികം പോകണില്ലായിരുന്നു. പിന്നെ ഞങ്ങളത് വീണ്ടും എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി പിന്നെ ഒരു ദിവസം സോപ്പ് പൊടിയൊക്കെ ആക്കിയിട്ട് വിരിക്കണം. ഇപ്പോൾ ഇത് വിരിച്ച് കഴിഞ്ഞപ്പോൾ വലിയ കുഴപ്പമില്ലാതെ കിട്ടി. പിന്നെ ഇങ്ങനെ ഓരോ ദിവസം കൂടുന്നവരും ഇതിങ്ങനെ സൈഡിൽ നിന്ന് എയർ കയറിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ വീണ്ടും അത് എടുത്തു. അങ്ങനെ ഇവർ രാത്രി പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഈ വീഡിയോ എഡിറ്റ് ചെയ്തപ്പോൾ പോകാൻ വേണ്ടിയിട്ട് ഒരു വണ്ടിയിൽ കയറുന്ന സമയത്ത് ഞാനതിങ്ങനെ എഡിറ്റ് ചെയ്തപ്പോൾ ഓർത്തു എന്താ ഇപ്പോൾ ഇവരാക്കി കൊടുക്കാത്തത്, ഓട്ടോയിലാണല്ലോ ഇവർ പോണത് എന്നൊക്കെ. പിന്നെയാണ് എനിക്ക് മനസ്സിലായത് വണ്ടി അന്ന് കീ മിസ്സിങ് ആയിരുന്ന സമയത്തായിരുന്നല്ലോ ഇത് ഉണ്ടായത്. ഇത് കുറച്ച് ദിവസം മുമ്പ് എടുത്തുകൊണ്ട് നമുക്കിത് എഡിറ്റ് ചെയ്യുമ്പോഴാണ് ഇതെന്താണ് ഡൗട്ടുകളൊക്കെ ഇങ്ങനെ വരുന്നത്. പിന്നെ ഞാൻ പിറ്റേ ദിവസത്തെ ഒരു അടിപൊളി റെസിപ്പി കൂടി ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നല്ല അടിപൊളി ഫ്രഷ് ആയിട്ടുള്ള മത്തി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ആദ്യം മത്തിയിലേക്കുള്ള അത് കുറച്ച് വറ്റിക്കും ചെയ്യാം, കുറച്ച് പൊരിക്കും ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് 1 കിലോ വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് ആദ്യം കുറച്ച് പുളി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ അത് ക്ലീൻ ചെയ്തെടുക്കുകയാണ് കേട്ടോ. മത്തി കത്രിക വെച്ചിട്ട് നന്നാക്കുന്ന വീഡിയോ ചെയ്യാമെന്ന് കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു നമ്മുടെ കുക്കിംഗ് ചാനലിൽ. അതായത് നമ്മുടെ ഈ ഒരു ലേഡീസ് ചാനലിൽ മത്തി കൊണ്ടുള്ള റെസിപ്പീസ് ചെയ്യുമ്പോഴൊക്കെ മത്തി വൃത്തിയാക്കുന്ന വീഡിയോ ചെയ്യുമെന്ന് ഒരു കമൻറ്റെങ്കിലും വരാറുണ്ട്. അപ്പോൾ കത്രിക വെച്ചിട്ട് ഇത് 2 സൈഡിലും ചെതുമ്പല് കളഞ്ഞെടുത്തിട്ട് അതിൻ്റെ ചിറകും വാലും പിന്നെ തലേൻ്റെ ആ ഒരു ഭാഗം ഇതുപോലെ കട്ട് ചെയ്തെടുക്കുകയാണ് കേട്ടോ ചെയ്തിട്ടുള്ളത്. ഉള്ളിലുള്ള വേസ്റ്റൊക്കെ ഇതുപോലെ കളഞ്ഞെടുക്കുക. അപ്പോൾ അന്നത്തെ ദിവസം ഞാൻ പറഞ്ഞല്ലോ അതിൻ്റെ തലേ ദിവസമാണ് ഈ കൊട്ടത്തളത്തിൻ്റെയൊക്കെ പണി നടക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഉള്ളിൽ നിന്ന് തന്നെ വൃത്തിയാക്കലേ വഴിയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഉള്ളിൽ നിന്ന് തന്നെയാണ് കേട്ടോ നമ്മളിത് ക്ലീൻ ചെയ്തെടുക്കണതൊക്കെ. അപ്പോൾ മത്തിയൊക്കെ വൃത്തിയാക്കി എടുത്തിട്ട് അതിലേക്ക് കുറച്ച് കല്ലുപ്പ് ഇട്ടിട്ട് നല്ല പോലെ ഒന്ന് ഉരതി കഴുകിയെടുക്കുകയാണ് കേട്ടോ. എന്നാലും ഇത് നല്ല പോലെ ഫ്രഷ് ആയിട്ട് കിട്ടുള്ളൂ. ആ ഒരു ഫ്രഷ്നെസ് ഇത് കഴിക്കുമ്പോൾ നമുക്ക് ഫീൽ ചെയ്യുള്ളൂ കേട്ടോ. അല്ലെങ്കിൽ ഒരു ഉളുമ്പുമണമൊക്കെ ഉണ്ടാവും. പിന്നെ ഇത് കിച്ചൺ സിങ്കിൽ വെച്ചിട്ട് വൃത്തിയാക്കി എടുത്തു എന്ന് വിചാരിച്ചിട്ട് മണമൊന്നും ഉണ്ടാവില്ല കേട്ടോ. കിച്ചൺ സിങ്ക് ക്ലീൻ ചെയ്യുന്നതും കൂടെ ഞാൻ കാണിച്ചു തരാം. വെള്ളം തെളിയുന്നത് വരെ വെള്ളം ഒഴിച്ചിട്ട് കഴുകണം കേട്ടോ. നമ്മൾ ഈ മീനിലൊക്കെ നേരിട്ട് ടാപ്പ് തുറന്നിട്ട് വെള്ളമാക്കുകയാണെങ്കിൽ ചില മീനുകളൊക്കെ പൊട്ടിപ്പോകും കേട്ടോ. അതായത് നമുക്ക് എല്ലാ മീനും ഫ്രഷ് ആയിട്ടൊന്നും ആവില്ല. ഉള്ളിലൊക്കെ പഴയ മീനൊക്കെ ഇട്ടിട്ടായിരിക്കും തരിക. അപ്പം അതൊക്കെ പൊടിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ വെള്ളം ഇതുപോലെ എടുത്തിട്ട് ഒഴിച്ചു കൊടുക്കണം. അല്ലെങ്കിൽ കുറച്ച് വെള്ളം എടുത്തിട്ട് അതിലേക്ക് മീൻ ഇട്ട് കൊടുക്കണം കേട്ടോ. അല്ലാതെ ടാപ്പ് ഇങ്ങനെ നല്ല സ്പീഡിൽ അതിലേക്ക് ഇങ്ങനെ തിരിച്ചു കഴിഞ്ഞാൽ മീനൊക്കെ പൊട്ടിപ്പോവും. പിന്നെ അതാ കുറച്ച് കല്ലുപ്പും നമ്മൾ പാത്രം കഴുകാൻ എടുക്കുന്ന സോപ്പും കുറച്ച് വിനാഗിരി എടുത്തിട്ട് ഞാൻ സിങ്കൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കുകയാണ് കേട്ടോ. സിങ്കും ഇതിൻ്റെ പാത്രമൊക്കെ. അപ്പം അങ്ങനെ ചെയ്യുമ്പോൾ പാത്രം ഇതൊക്കെ ഒരു തുണി വെച്ചിട്ട് വൃത്തിയാക്കി എടുത്തു. വേറൊരു തുണി വെച്ചിട്ട് കിച്ചണിൻ്റെ സിങ്കും വൃത്തിയാക്കി എടുക്കുകയാണ് കേട്ടോ. അങ്ങനെ ആകുമ്പോൾ ആ ഒരു സ്മെല്ലൊക്കെ പോയി കിട്ടും. കണ്ട ഈ ഒരു ലിക്വിഡ് അതായത് വിനാഗിരി സോപ്പ് ലിക്വിഡും പിന്നെ അതുപോലെ കല്ലുപ്പും അല്ലെങ്കിൽ പൊടിയുപ്പായാലും കുഴപ്പമില്ല, ഉപ്പും എന്നിട്ട് ഇതുപോലെ നല്ല പോലെ കഴുകിയെടുക്കുകയാണെങ്കിൽ ആ കിച്ചൺ സിങ്കിൻ്റെ ആ ഒരു ബാഡ് സ്മെല്ലൊക്കെ പോയി കിട്ടും കേട്ടോ. പിന്നെ നമ്മുടെ കയ്യിൻ്റെ ആ ഒരു ബാഡ് സ്മെല്ല് പോകാൻ വേണ്ടിയിട്ട് കുറച്ച് കറിവേപ്പില അല്ലെങ്കിൽ കോഫി പൗഡറൊക്കെ എടുത്തിട്ട് കയ്യിൽ നല്ല പോലെ ഒന്ന് റബ്ബ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ അതൊക്കെ വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ റെസിപ്പി നോക്കാം. ഞാനിതാ 3 മീഡിയം സൈസിലുള്ള തക്കാളി അരിഞ്ഞിട്ട് മിക്സിയുടെ ജാറിലേക്ക് ചേർക്കുകയാണ്. ഇതൊരു വെറൈറ്റി ആയിട്ടുള്ള മത്തി വറ്റിച്ചതാണ് കേട്ടോ. അടിപൊളി ടേസ്റ്റാണ്. ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലൊക്കെ 1 മില്യൺ ആൾക്കാർ കണ്ട് ട്രൈ ചെയ്ത് നല്ല ഫീഡ്ബാക്ക് തരുന്ന ഒരു ഐറ്റമാണ് കേട്ടോ.
ഇതിലേക്ക് എരിവിന് ആവശ്യത്തിനുള്ള കുരുമുളക് ചേർത്ത് നല്ലപോലെ ഒന്ന് അരച്ചെടുക്കുകയാണ്. ഇതിലേക്ക് നമ്മൾ തക്കാളിയോ പിന്നെ ഒരുപാട് മസാലപ്പൊടികളൊന്നും ചേർക്കണില്ല. ഒരു മൺപാത്രത്തിൽ വെളിച്ചെണ്ണ ചൂടാക്കിയിട്ട് 2 തണ്ട് കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മളിവിടെ അരച്ച് വെച്ചിട്ടുള്ള തക്കാളിയും കുരുമുളകുള്ള പേസ്റ്റ് ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കിയെടുക്കുക. ഇതിലേക്ക് 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടെ ചേർത്തിട്ട് എല്ലാം കൂടെ നമുക്ക് ഇതിൻ്റെ ആ ഒരു പച്ചമണമൊക്കെ മാറുന്ന രീതിയിൽ കുറച്ച് സമയം എടുത്തിട്ട് ഇളക്കിയെടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പും ചേർക്കുന്നുണ്ട് കേട്ടോ. തക്കാളി അരച്ചതുകൊണ്ട് തന്നെ അതിന് കുറച്ച് കൂടുതൽ പച്ചമണം ഉണ്ടാവും, അപ്പോൾ അതൊക്കെ പോയി കിട്ടണം. എന്നിട്ട് ഇതിലേക്ക് ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടിയും മല്ലിപ്പൊടിയാണ് ഞാൻ ചേർക്കണത്. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 2 ടീസ്പൂൺ മല്ലിപ്പൊടിയും ചേർത്തിട്ടുണ്ട്. ഞാൻ 300 ഗ്രാം മീനാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. വൃത്തിയാക്കിയതിന് ശേഷം 300 ഗ്രാം. എന്നിട്ട് ഇതിലേക്ക് നമ്മൾ ആദ്യം കുതിർക്കാൻ വെച്ചിട്ടുള്ള പുളിവെള്ളം കൂടെ ചേർത്തിട്ട് ഇതിലേക്ക് വൃത്തിയാക്കിയ മീനും ചേർത്ത് ഒരു 5 മിനിറ്റ് തിളപ്പിച്ചെടുക്കുക. അപ്പോഴേക്കും ഉമ്മ ഇവിടെ മീൻ പൊരിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. ഇത് പിറ്റേ ദിവസത്തെ കാഴ്ചയാണ് കേട്ടോ. ഈ ഒരു റെസിപ്പി ഇതിൽ ഇൻക്ലൂഡ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് അതും കൂടെ ഇൻക്ലൂഡ് ചെയ്തതാണ്. കണ്ടോ, നമ്മുടെ ഈ ഒരു മത്തിക്കറി കാണുമ്പോൾ തന്നെ നല്ല അടിപൊളിയാണ്, കഴിക്കാൻ അതിലേറെ സൂപ്പറാണ് കേട്ടോ. ചോറിൻ്റെ കൂടെ അടിപൊളിയാണ്. ആ ഒരു കുരുമുളക് നമ്മൾ ഫ്രഷായിട്ട് അരച്ചെടുക്കുന്നതുകൊണ്ട് തന്നെ കുരുമുളകിൻ്റെ നല്ലൊരു ഫ്ലേവർ ഉണ്ട് ഇതിന്. നിങ്ങൾ ഇതുവരെ ഇതുപോലൊരു മത്തി വറ്റിച്ചത് ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ട്രൈ ചെയ്ത് നോക്കാം. മത്തി മാത്രമല്ല ഏത് മീനും യൂസ് ചെയ്യാം. മത്തി അയിലൊക്കെ ആയിരിക്കും കേട്ടോ കൂടുതൽ ടേസ്റ്റ്. ചെറിയ ചെറിയ മീനുകളായിരിക്കും കൂടുതൽ ടേസ്റ്റ്. പിന്നെ നമ്മുടെ മലബാരിസിൻ്റെ അച്ചാറും മീൻ പൊരിച്ചതും കൂർക്കപ്പേരിയും പിന്നെ വത്തൾ വെച്ചിട്ടും ഒരു കറി ഉണ്ടാക്കിയിട്ടുണ്ട്, അതൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിച്ചു. അപ്പോൾ ഈ ഒരു വ്ലോഗിൽ ഇത്രയും കാര്യങ്ങളാണ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. അടുത്ത വീഡിയോ ആയിട്ട് കാണാം.